10 വർഷം നീണ്ട ഇരുണ്ട കാലം. ഇവര് പറയുന്നത്, CPM പറയുന്നത് ഇരുണ്ട കാലം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലമാണെന്ന്. ഇവിടുത്തെ സാധാരണ മനുഷ്യർക്കൊക്കെ അറിയാം ഇരുണ്ട കാലം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ കാരണഭൂതത്തിന്റെ 10 വർഷമാണെന്ന് എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കരുതലായിരുന്നു ഉമ്മൻചാണ്ടി. അതുകൊണ്ടാണ് ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോ ഇവിടുത്തെ ജനങ്ങളുടെ ഒഴുക്ക്, അല്ലേ, അത് കണ്ടിട്ട് കാരണഭൂതമാകെ കണ്ണു തള്ളിപ്പോയി. എന്താണ് ഇങ്ങനെ? അങ്ങനെയാണോ ജനങ്ങളുടെ കൂടെ നിന്നാൽ, ജനങ്ങളോടൊപ്പം നിന്നാൽ ജനങ്ങൾ ആ സ്നേഹം അറിയിക്കും? നിന്റെ മാതിരി കള്ളത്തരം, വഞ്ചന, അല്ലേ? CMA ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് പറയുമ്പോ എന്താ പറഞ്ഞത്? നിന്റെ തന്തയോട് ചോദിക്കണം എന്നല്ലടു പറഞ്ഞത്, അല്ലേ? വീട്ടിൽ പോയി ചോദിക്കുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. നീ വീട്ടിൽ പോയി ചോദിക്കോ. ചോദ്യം ചോദിച്ച ആളോട് പറയുകയാണ് നീ വീട്ടിൽ പോയി ചോദിക്കോ എന്ന് പറഞ്ഞാൽ നീ നിന്റെ തന്തയോട് ചോദിക്കോ, അല്ലെങ്കിൽ നീ നിന്റെ തള്ളയോട് ചോദിക്കോ എന്ന് പൊതുവെ പറഞ്ഞ അർത്ഥമനല്ലോട് താൻ. നിന്നെയൊക്കെ തിരഞ്ഞെടുത്തത് ഈ മനുഷ്യനാണ് കേട്ടോ, മറന്നു പോകരുതോ. ഈ ചോദ്യം ചോദിച്ച മനുഷ്യനുണ്ടല്ലോ, ഇതുപോലുള്ള 100 കണക്കിന് മനുഷ്യരാണ് നിന്നെയൊക്കെ തെരഞ്ഞെടുത്തത്. അവർ ചോദിക്കണോ, അവർ ചോദിക്കും. CMA ഒരു ചോദ്യമല്ല, 100 ചോദ്യങ്ങളുണ്ട് ഞങ്ങൾക്ക് എന്ന് ഇവിടുത്തെ ഓരോ മനുഷ്യനും ചോദിക്കും. നീ പറയണം, നീ ഉത്തരം പറയണം. ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണോ നീ? അതല്ലാതെ കണ്ണുരുട്ടി വീട്ടിൽ പോയി ചോദിക്കോ, നിന്റെ തന്തയോട് ചോദിക്കോ, നിന്റെ തള്ളയോട് ചോദിക്കുന്നത് പറയാൻ താൻ ആരാടോ താൻ? ഇതിനൊക്കെ മറുപടി ഇവിടുത്തെ ജനങ്ങൾ പറയും ഈ അടുത്ത മാസം 9-ാം തീയതി. മനസ്സിലാക്കിക്കോ കേട്ടോ, മനസ്സിലാക്കിക്കോ വിജയ. അതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കൊള്ളയടിക്കുക, പിടിക്കപ്പെടുമ്പോൾ നുണകൾ പൊതിഞ്ഞ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കുക. ഏറ്റവും അവസാനം ശബരിമല സ്വർണ്ണക്കൊള്ള. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അറിഞ്ഞ കാര്യമാണ്. ശബരിമലയിൽ നിന്ന് കോടികളുടെ സ്വർണം കടത്തിയത് ഇവിടുത്തെ സഖാക്കളാണ്, അല്ലേ? കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ ഇവൻ ഈ ദേവസ്വത്തിന്റെ മന്ത്രിയായിരുന്നപ്പോഴാണ് ഇവിടെ കോടികളുടെ കൊള്ള നടന്നത്. മൗനാനുവാദം എല്ലാം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചു. എന്നിട്ട് ഈ കള്ളൻ മത്സരിക്കുകയാണ്. വാസവൻ മറ്റൊരാൾ. ഈ വാസവൻ ആരാണ്? വാസവൻ ഷാപ്പിലെ കറിക്കാരനായിരുന്നു എന്ന് പറഞ്ഞത് അവിടെ മത്സരിക്കുന്ന വാസവനോട് മത്സരിക്കുന്ന പുതിയ പെൺകുട്ടിയാണ്. പുതിയ പെൺകുട്ടികൾ കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. വാസവൻ എന്ന് പറയുന്നത് ജനിച്ച കാലം മുതൽക്ക് തന്നെ, അല്ലെങ്കിൽ പെറ്റു വീണപ്പോൾ തന്നെ ഈ CPMന്റെ നേതാവായ മനുഷ്യനോ അല്ലെങ്കിൽ മന്ത്രിയായ മനുഷ്യനോ അല്ല, അവനൊരു ഷാപ്പിലെ കറിക്കാരനായിരുന്നോ. ഈ ജനങ്ങളോട് പറയുന്നത് പുതുതായി മത്സരത്തിനിറങ്ങിയ പെൺകുട്ടിയാണ് പറയുന്നത്. അതാണ് കാലം മാറുകയാണ് വിജയ, കാലം മാറുകയാണ്. ഓർമ്മ വേണം കേട്ടോ. നിങ്ങൾക്ക് ശബരിമലയിലെ സ്വർണ്ണം മുഴുവൻ ഇത് വാസവന് ഉത്തരം പറയണം. ഏറ്റവും പുതിയ അന്നേ ഹൈക്കോടതി പറഞ്ഞു ആദ്യത്തെ സ്വർണ്ണക്കൊള്ള 2019 കാലത്തല്ലേ, 2019 കാലത്ത് നടന്ന കൊള്ളയുടെ തുടർച്ചയാണ് 2025 നടന്നത്. കഴിഞ്ഞ വർഷം കൊള്ള നടത്തിയപ്പോഴാണ് ഹൈക്കോടതി പിടിച്ചത്. എന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുണ്ടോ? പ്രശാന്തിനോടാണ് ചോദിച്ചത്. പിന്നെ എന്തിനു കൊണ്ടുപോയി? തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് പറഞ്ഞത് ഉരുക്കിപ്പോയി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ള നടന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ കാലത്തും വാസവന്റെ കാലത്തുമാണ്. രണ്ടും മത്സരിക്കുകയാണ്. ഉളുപ്പ് കെട്ട ഈ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും മത്സരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇതൊക്കെ നടത്തിയത് ഞങ്ങൾ മാത്രമല്ല, പണ്ടത്തെ കോൺഗ്രസ്സുകാരും നടത്തിയിട്ടുണ്ട് എന്ന് വാദിക്കാൻ വേണ്ടിയിട്ട് ഇവൾ സ്വർണ്ണ കൊടിമരത്തിന്റെ കാര്യം പറഞ്ഞു. സ്വർണ്ണക്കൊടിമരത്തിൽ ഒരു തരത്തിലുള്ള അഴിമതി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പറഞ്ഞു സ്വർണ്ണക്കൊടിമരം ആവശ്യമില്ലാതെ സ്വർണ്ണക്കൊടിമരം എന്ത് ചെയ്യുന്നു? സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഞങ്ങൾ കട്ടു, ശരി തന്നെ നിങ്ങളും കട്ടു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? സ്വർണ്ണക്കൊടിമരത്തിന്റെ കാര്യം പറഞ്ഞു. അവസാനം പിണറായി വിജയന്റെ വിജിലൻസ് പറയാണ് ഒരു തകരാറും സംഭവിച്ചില്ല. സ്വർണ്ണക്കൊടിമരത്തിന്റെ കാര്യത്തിൽ UDF സർക്കാരിന്റെ കാലത്ത് നടന്ന സ്വർണ്ണക്കൊടിമരം എന്താ പറയാ നവീകരിച്ചത്, അല്ലെങ്കിൽ അത് സ്വർണം പൂശിയത്, അതിൽ ഒരു അഴിമതിയും നടന്നിട്ടില്ല എന്ന് വിജയന്റെ വിജിലൻസ് ആണ് പറഞ്ഞത്, അല്ലേ? ഇതിൽ ഒരു നാണക്കേടുണ്ടോ തനിക്ക്? ഈ തന്ത്രി വാദിവാഹനം കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞവരാണ്. വാദിവാഹനം ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് വാദിവാഹനം അർഹതപ്പെട്ട തന്ത്രിക്ക് കൊടുത്തതാണ്, അല്ലെ? എന്നിട്ട് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് അത് പൊക്കിക്കൊണ്ടുവരിക, തന്ത്രി അത് കട്ടുകൊണ്ടുപോയി എന്ന് പറയാ. ഉളുപ്പുണ്ടോ തനിക്ക്? ഉളുപ്പുണ്ടോ? ഇതൊക്കെ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾക്ക് അറിയാടോ. ഇതൊക്കെ കണക്ക് തീർക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വിജയ കേട്ടോ. 10-12 ദിവസം കഴിയുമ്പോൾ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. നിന്റെയും നിന്റെ മരുമോന്റെയും നിന്റെ പിണറായിസവും മരുമോന്റെ മരുമോനിസവും അവസാനിപ്പിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ
തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓർത്ത് വിജയ. എന്നിട്ട് നുണകളുടെ കൊട്ടാരം കെട്ടി പൊക്കുകയാണല്ലേ ഉളുപ്പില്ലാതെ. വോട്ടിനും സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം നടത്തില്ല മുഖ്യമന്ത്രി എന്നാ പറയുന്നത്. എവിടെയാണെന്ന് ഇരിങ്ങാലക്കുടയിൽ നടന്ന LDF തിരഞ്ഞെടുപ്പ് പൊതുയോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കാം നമുക്ക് ഇതിലെന്താ പറയുന്നതെന്ന്. അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിക്കുന്ന ഡീൽ ആരോപണത്തോട് രൂക്ഷമായി പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ സാധാരണ പറയാത്തൊരു വാചകം ഒരു വട്ടം കൂടി പറയുന്നു. എന്താണ്? ഞാൻ സാധാരണ പറയാത്തൊരു വാചകം ഒരു വട്ടം കൂടി പറയുന്നു. ചില്ലറ വോട്ടിനും ഏതാനും സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം നടത്തുന്ന പരിപാടി ഞങ്ങൾക്കില്ല. എന്താണ്? ചില്ലറ വോട്ടിന് വേണ്ടിയിട്ട്, അങ്ങനെ തന്നെയല്ലേ? തെറ്റിയില്ലല്ലോ. ചില്ലറ വോട്ടിനും ഏതാനും സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം നടത്തുന്ന പരിപാടി ഞങ്ങൾക്കില്ലാന്ന് ആരാ പറയുന്നത് അറിയോ? പിണറായി വിജയൻ പറയാണ്. ഏതാനും സീറ്റിനും ഒരു 4 വോട്ടിനും അല്ലെങ്കിൽ ഏതാനും വോട്ടിനും ഒരു 4 സീറ്റിനും വേണ്ടിയിട്ട് രാഷ്ട്രീയ ചെറ്റത്തരം പറയുന്ന പരിപാടി ഇല്ല എന്ന് പറയുന്ന മുതലാണ്. എടോ വിജയ, ഈ നാട്ടിലെ ആൾക്കാർക്കൊന്നേ ബുദ്ധിയില്ലാന്ന് നീ വിചാരിക്കരുത് കേട്ടോ. എടോ, നീ കളിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ ചെറ്റത്തരം ഒരുപാട്, ഒന്നല്ല 100 കണക്കിന് രാഷ്ട്രീയ ചെറ്റത്തരങ്ങൾ കളിച്ച മനുഷ്യനാണ് നീ, അല്ലേ? അല്ലടോ, ഇങ്ങോട്ട് ഈ വിശ്വാസികളെ, അല്ലെ, കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളെ മുഴുവൻ അവഹേളിച്ചവനല്ലോ നീ, അല്ലേ? സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം നീ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു, അല്ലെ? ശബരിമലയിലേക്ക് അവിശ്വാസികളായ ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളെ പോലീസിന്റെ കുപ്പായം അണിയിച്ച് കയറ്റി. ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളെ മുഴുവൻ തല്ലിച്ചതച്ചു. നാമജപ ഘോഷയാത്രയുമായി പോയ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസ സ്ത്രീകൾ ഉൾപ്പെടെ, വൃദ്ധകളായ സ്ത്രീകൾ ഉൾപ്പെടെ തല്ലി ചതച്ച ക്രൂരനല്ലടോ നീ. നീ വലിയ നവോത്ഥാന നായകനാകാൻ വേണ്ടി നോക്കി അവസാനം എന്താ സംഭവിച്ചത്? ലോക്സഭയിൽ ആകെ നാണം കെട്ടു. ഹൈന്ദവ വിശ്വാസികൾ മുഴുവൻ മാറി. ഹൈന്ദവ വിശ്വാസികൾ കോൺഗ്രസിലേക്കും BJPയിലേക്കും മാറി. അപ്പോഴാണ് എന്താ പറഞ്ഞത്? 4 സീറ്റിനും കുറച്ച് വോട്ടിനും വേണ്ടിയിട്ട് രാഷ്ട്രീയ ചെറ്റത്തരം കളിക്കില്ല എന്നല്ലേ? വീടാതിൽ കയറി ഇറങ്ങിയിടോ. മറന്നുപോയോ? അന്ന് മരിച്ചുപോയ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. കോടിയേരിയും നിങ്ങളെല്ലാരും കൂടി വീടാതിൽ കയറി ഇറങ്ങി ഹൈന്ദവ വിശ്വാസികളുടെ മുഴുവൻ കാല് പിടിച്ചു, നിലത്ത് വീണ് കിടന്നു ഉരുണ്ടു. തെറ്റിപ്പോയി ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു, അല്ലടോ, അല്ലേ? എന്നിട്ട് രാഷ്ട്രീയ എന്താ പറയാ 4 വോട്ടിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ ചെറ്റത്തരം ഞങ്ങൾ കളിക്കില്ല. രാഷ്ട്രീയ ചെറ്റത്തരാണ് അത്. ഇതൊക്കെ കഴിഞ്ഞിട്ട്, അതായത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി സംബന്ധിച്ച സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞപ്പോൾ പണ്ട് VS അച്യുതാനന്ദന്റെ കാലത്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആചാര ലംഘനമാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾ ആചാര അനുഷ്ഠാനത്തിന്റെ ഭാഗമൊന്നുമല്ല, സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞ ടീം അതിനുശേഷം ഉമ്മൻചാണ്ടി വന്നപ്പോഴാണ് പറഞ്ഞത് ആചാര ലംഘനം പാടില്ല, അവിടെ സ്ത്രീകളെ കയറ്റിക്കൂടാ എന്നൊക്കെ ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിണറായി വന്നപ്പോൾ പിണറായി ആദ്യത്തെ VS സർക്കാരിന്റെ സത്യവാങ്മൂലം തന്നെ പറഞ്ഞു ഞങ്ങൾ ആചാര ലംഘനം എന്ന് പറഞ്ഞ ഹിന്ദുക്കളുടെ ആചാരമൊക്കെ ഞങ്ങൾക്ക് ലംഘിക്കണം. ഹിന്ദുക്കളുടെ ആചാരം മുഴുവൻ ഞങ്ങൾക്ക് ലംഘിക്കണം. മുസ്ലിങ്ങളെ കാര്യമൊന്നും ഞങ്ങൾ തൊടൂലിട്ട. കാരണം എന്താ പറയാ, അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് മുത്താണ്, ഗണപതി എന്ന് പറഞ്ഞാൽ അത് മിത്താണെന്നേ. ആരാ പറഞ്ഞത്? അപ്പം ഗോവിന്ദനാണ് പറഞ്ഞത് ഗണപതി മിത്താണ്. പക്ഷെ അള്ളാഹുവിനെ പറ്റി മിണ്ടരുതേ, അള്ളാഹു മുത്താണ്. ഇവരുടെ ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയാൻ തുടങ്ങിയ തീരില്ല. ഞാൻ ഈ പിണറായി വിജയന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഏറ്റവും അവസാനം സംഭവിച്ചത് സുപ്രീം കോടതിയിൽ ഇവർ സത്യവാങ്മൂലം കൊടുത്തത് എന്താ? പഴയ സംഭവം തന്നെ. എന്ന് പറഞ്ഞാൽ ഞങ്ങള് ആചാര ലംഘനത്തിന്റെ ഭാഗമാണ്, പക്ഷേ അത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ അതല്ല ഇതിനൊക്കെ ഒരു എന്താ പറയാ, ഈ ആചാര്യന്മാരുടെ, ഹൈന്ദവ ആചാര്യന്മാരുടെ, മതപണ്ഡിതന്മാരുടെ ഒരു ടീം ഉണ്ടാക്കിയിട്ട് അവര് തീരുമാനിക്കട്ടെ. എന്തിനാണ് അവിടെ ഇങ്ങനെ വളഞ്ഞ വഴിക്ക് മൂക്ക് പിടിക്കണത്? നിങ്ങൾ ആചാര ലംഘനത്തിന്റെ ഭാഗമാണെന്നേ, പക്ഷെ നിങ്ങൾക്ക് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് പോകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കളിക്കുന്നവരാണോ? വടകരയിലെ ഷാഫി പറമ്പിൽ ജയിക്കാൻ വേണ്ടി പോവുകയാണെന്ന് മനസ്സിലായപ്പോൾ അവസാനം നിങ്ങൾ ചെയ്ത രാഷ്ട്രീയ ചെറ്റത്തരം എന്താണ്? കാഫിർ സ്ക്രീൻഷോട്ട്, ശൈലജ ടീച്ചറുടെ മോർഫ് ചെയ്ത വീഡിയോ, ശൈലജ ടീച്ചറുടെ മോർഫ് ചെയ്ത ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറെ അങ്കലാപ്പ് ഉണ്ടാക്കി, അല്ലേ? ഒരു മണ്ണാങ്കട്ടി ഉണ്ടായിരുന്നില്ല. അവസാനമാണ് കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയത്. എന്നിട്ട് അത് പാവം യൂത്ത് ലീഗുകാരന്റെ തലയിൽ വെച്ചു. അവസാനം അന്വേഷിച്ച് ചെന്നപ്പോഴോ
അത് ആദ്യം അപ്ലോഡ് ചെയ്തത് നിങ്ങളുടെ സഖാവ് ഒരു റബേഷ് എന്ന് പറയുന്ന ഒരു ഡിവൈഎഫ്ഐ സഖാവാണ് അത് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, പോസ്റ്റ് ചെയ്തത്. അവസാനം അതോടുകൂടി അന്വേഷണം നിർത്തി. ആരുണ്ടാക്കി എന്ന് ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്ത ആളല്ലേ ഇത് എന്തായാലും ഉണ്ടാക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരല്ലേ ഇത് ഉണ്ടാക്കുകയുള്ളൂ. അവസാനം അത് നിർത്തി, അതിന്റെ അന്വേഷണം ഇപ്പില്ല. എന്ന് പറഞ്ഞാൽ 4 വോട്ടിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ ചെറ്റത്തരം കളിക്കുന്ന ചെറ്റകളല്ലോട് നിങ്ങൾ. എന്നിട്ട് ഇമ്മാതിരി വർത്താനം പറയാം, വോട്ടിനും സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം നടത്തില്ല എന്ന്. ശുദ്ധ അസംബന്ധം പറയാൻ ഒരു മടിയും സതീശൻ ഇല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ആരോപണം. നുണയാണല്ലോ പ്രധാനമായും ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി തൃശ്ശൂരിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വി ഡി സതീശനെ നുണയനാക്കുക. വി ഡി സതീശൻ പറയുന്ന സത്യം മുഴുവൻ അത് നുണയാണ്. നേരത്തെ തന്നെ അങ്ങോട്ട് പറയണം, സതീശൻ വായ തുറന്നാൽ നുണയെ പറയുള്ളൂ. ആരാ പറയുന്നത്? ഏറ്റവും വലിയ നുണ പറയുന്ന ഈ നുണയന്മാരാണ്. പിണറായി വിജയനും ഈ പറയുന്ന എം വി ഗോവിന്ദനും ഉൾപ്പെടെയുള്ള CPM-ന്റെ സമുന്നത നേതാക്കന്മാർ മുഴുവൻ വായ തുറന്നാൽ നുണ മാത്രമേ പറയുള്ളൂ. എന്നിട്ട് എന്താ പറയാ, അത് മുഴുവൻ പ്രതിപക്ഷ നേതാവിന്റെ തലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് നുണയൻ എന്നും രാവിലെ എണീറ്റ പറയും. പ്രതിപക്ഷ നേതാവ് നുണയൻ. പ്രതിപക്ഷ നേതാവ് എന്ത് പറഞ്ഞാലും നുണ. ഞങ്ങളും നുണ പറഞ്ഞാൽ അത് സത്യം. പക്ഷെ ഇവരൊക്കെ മറന്നു പോകുന്ന എന്താണെന്നറിയോ? ജനങ്ങൾ വിവരമുള്ളവരാണെന്നേ. ജനങ്ങൾ വിവരമുള്ളവരാണ്. നിങ്ങൾ പൈസ കൊടുത്തിട്ട് ഇവിടുത്തെ പത്രങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ടെലിവിഷൻ ചാനലുകൾ ഇതിന്റെ ഒക്കെ വായ മൂടിക്കെട്ടാനും നിങ്ങൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്താനും ഇവിടുത്തെ ഈ പരമ്പരാഗത ചാനലുകൾ ഉണ്ടല്ലോ, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ, അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തും. പത്രങ്ങളൊക്കെ കുഴലൂത്ത് നടത്തും. കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങളാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയ ഉണ്ട്, സത്യം പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. അവിടെ നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് പൊളിഞ്ഞു വീഴുകയാണ്, അവസാനം വിറക്കുകയാണ്. ഈ വി ഡി സതീശൻ പറഞ്ഞ കാര്യം കൂടി നമുക്ക് നോക്കാം. വി ഡി സതീശൻ പറയുന്നത് എന്താണെന്നറിയോ? സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ നുണകളുടെ കൊട്ടാരം പണിയുന്നവർ. ശരി, അതാണ് നുണകളുടെ കൊട്ടാരം പണിയുന്നവരാണ് CPM-കാർ. സതീശൻ പറയുകയാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: കൊള്ളയടിക്കുക, പിടിക്കപ്പെടുമ്പോൾ നുണകൾ പൊതിഞ്ഞ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കുക, അതിന് ഖജനാവിലെ പണം ഉപയോഗിക്കുക, ശബരിമലയിലെ സ്വർണം കക്കുക, കട്ടവരെ സംരക്ഷിക്കുക, സംഘപരിവാറിനെയും നാണിപ്പിക്കുന്ന വർഗീയത പറയുക. ഇതൊക്കെയാണ് പിണറായി വിജയന്റെ 10 വർഷം നീണ്ട ഇരുണ്ട കാലത്തിന്റെ ആകെത്തുക.